ഇന്നത്തെ ചിന്തയിൽ വഴിവിളക്കിൽ നിന്ന് 2267 വഴിവിളക്കിലെ ഒരു മെസ്സേജാണ് ഇന്നത്തെ ചിന്തക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനമാണ്, പിശുക്കൻ്റെ അടയാളം, എൻ്റെ പേര് തൻ്റെ അടുക്കൽ പറയപ്പെട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കൻ എന്നുള്ളതാണ് ഹദീസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉപമിക്കുന്നത് എന്താണ്? പിശുക്കൻ, പിശുക്കൻ, ഒരു ബഖീൽ അല്ലേ, ഒരു പിശുക്കൻ എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇന്നല്ലാഹു മലായിക്കത്തുഹു. എല്ലാവർക്കും അറിയാമത്. ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വാസികളെ നിങ്ങളും എന്ത് ചെയ്യുക? പ്രവാചകൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ച ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകൻ്റെ വേണ്ടി ബോധപൂർവം സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മവിചിന്തനം നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നമ്മൾ നടത്തണം. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം 2 മണിക്കൂർ ഒരു ലൈവ് സംപ്രേഷണം നടക്കുമ്പോൾ ഇതിൽ എത്ര തവണ പ്രവാചകൻ്റെ പേര് കേൾക്കുന്നു? നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വിഷയമാണ് എന്ത്? നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന്. എന്ന് ജുമാ ദിവസം. ആ ഒരു ജുമാ ദിവസം വന്നെത്തിയിട്ട് സാധാരണ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നതിനപ്പുറം ജുമുഅ ദിവസം പ്രവാചകന്റെ പേര് സ്വലാത്ത് ചെല്ലണം. നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇബ്രാഹിമിയ സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ജുമുഅ വന്നിട്ട് ആ ജുമുഅക്ക് പള്ളിയിൽ പോകുന്നത് പോലെ, അന്നേ ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് പോലെ, അന്നേ ദിവസം നന്നായി കുളിച്ച് സുഗന്ധം പൂശിയിട്ട് പള്ളിയിലേക്ക് പോകുന്നത് പോലെ ഇന്ന് ഞാനൊരു സ്വലാത്ത് ചൊല്ലി എന്നൊരു ഉറപ്പ് നമുക്ക് വേണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ അലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട്, അതല്ലെങ്കിൽ വ്യത്യസ്ത ചെറിയ ചെറിയ റിപ്പോർട്ടുകളിൽ വന്ന കാര്യങ്ങളുണ്ട്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ദീർഘിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് കാരണം അന്വേഷിച്ചു, എന്താ അള്ളാഹുവിൻ്റെ റസൂൽ? അവരങ്ങനെയാണല്ലോ, ഒരു ചെറിയ നന്മ പോലും നഷ്ടപ്പെടാതിരിക്കാൻ അവരെല്ലാം പ്രവാചകനിൽ നിന്ന് ചോദിച്ച് പഠിക്കും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ കാരണം പറഞ്ഞത്, അത്താനി ജിബ്രീൽ, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്നിട്ട് പറഞ്ഞു, മൻ സല്ല അലൈക, നിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലെ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവനെന്ത് ചെയ്യും? സ്വലാത്ത് ചൊല്ലും. അപ്പോൾ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നുള്ളതാണ്. ഈ അടിമക്ക് വേണ്ടി അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ എന്ന് ശുദ്ധരിൽ ശുദ്ധരായ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തും എന്നുള്ളതാണ്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൻ്റെ ദൈർഘ്യത്തിന് കാരണം പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ പ്രവാചക, അങ്ങയോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ ഞാനും എന്തു ചെയ്യും? അവന് സലാം പറയും എന്നുള്ളത്. സലാം പറയും എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ നന്ദി സൂചകമായിട്ട് സുജൂദിൽ അല്പനേരം കിടന്നു എന്നുള്ളതാണ്. പ്രവാചകൻ്റെ ആ ഒരു ദീർഘിച്ചു പോകാനുള്ള കാരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഒരാൾ അത്താനി ആത്തിൻ, ഒരാൾ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വന്നു, എന്നിട്ട് എന്നോട് പറയണെന്ത്? ഓ പ്രവാചക, അങ്ങേക്ക് വേണ്ടി ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 സ്വലാത്ത് ചൊല്ലും എന്നുള്ളതാണ്. അഷറ എന്നുള്ളത്. അപ്പം ഇത് കേട്ടിരിക്കുന്ന സഹാബികളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ദുആഇൻ്റെ പകുതി ഞങ്ങളതാക്കിയാലോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആക്കാം. അപ്പോൾ ആ സഹാബി വര്യൻ വീണ്ടും ചോദിക്കണം, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ
അത് അധികരിപ്പിച്ചാലോ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിച്ചാലോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അള്ളാഹുവും അധികരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ 1ന് 10 തിരിച്ചു തരുന്നത്. അപ്പോൾ അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹുവിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു അനുഗ്രഹത്തിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് 1ന് പകരം 10 അള്ളാഹു നൽകുക. അപ്പോൾ ആ സ്വഹാബത്ത് കണ്ണുവെക്കുകയാണ്. എന്താ കണ്ണുവെക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ, അപ്പം ഞങ്ങൾ അധികരിപ്പിച്ചാൽ 1ന് പകരം 10 ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ധാരാളം അതാക്കിയാലോ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി ചോദിക്കുകയാണ്. മാത്രമല്ല, റമളാനായി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൻ്റെ 3 പടിയിലും വെച്ചിട്ട് ആമീൻ പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതൊരു പുതുമയുള്ള കാര്യമാണല്ലോ, എന്താപ്പത് അങ്ങനെ? പ്രാർത്ഥിക്കാത്ത വചനങ്ങളില്ലാതെ ആമീൻ മാത്രം പറയുന്നത്. അതായത് ഓരോ പടിയിലും അങ്ങനെ ചവിട്ടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സംഗതി ഇല്ല, അവർ പരിചയിച്ചിട്ടില്ല. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്ന് പറഞ്ഞത് റമളാനായിട്ട് മഗ്ഫിറത്ത് കിട്ടിയില്ല. രണ്ടാമത് പറഞ്ഞത് എന്താണ്? വൃദ്ധരായ മാതാപിതാക്കളുണ്ടായിട്ടും സ്വർഗം കിട്ടിയില്ല. മൂന്നാമത് പറഞ്ഞത് എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അപ്പോൾ അവർക്കെതിരായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും മുഹമ്മദേ നീ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ആമീൻ പറ എന്ന് പറഞ്ഞപ്പോഴാണ് ഓരോ മിമ്പറിലും അതിൻ്റെ പടിയിൽ ചവിട്ടുമ്പോഴും ഞാൻ ആമീൻ പറഞ്ഞത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു വാനലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും മുഖറബായ ഒരാളുടെ പ്രാർത്ഥന, അതെ, ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും മുഖറബായ ഒരാളുടെ അതിനുള്ള ആമീൻ പറച്ച് അത് റബ്ബ് തട്ടൂല. അപ്പോൾ ആ 3ൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തീർച്ചയായും അള്ളാഹു ഈ ഭൂമിയിൽ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണോ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് അതെനിക്ക് എത്തിച്ചു തരാൻ വേണ്ടി എന്നുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ ഒരു വഴിവിളക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബഖീലന്മാരാകരുത്, പിശുക്കന്മാരാകരുത്. അതായത് ആ പിശുക്ക് എന്തിലാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ മടിക്കുക എന്നുള്ളതാണ് നമ്മളെ പിശുക്കരിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെയുണ്ടോ എന്നത് കാര്യം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക? അത് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടിൽ വന്നതാണ് എൻ്റെ ഒരു സംശയം. അതായത് ഞങ്ങൾക്ക് സലാം പറയൽ എങ്ങനെയെന്ന് അറിയാം, എന്നാൽ എങ്ങനെയാണ് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ ആ ഹദീത്തിൽ കാണാം, ഫഖൂലു, നേരത്തെ നമ്മൾ അതെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ തുടങ്ങുന്ന നമ്മൾ അത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന ആ സ്വലാത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചൊല്ലേണ്ടുന്ന സന്ദർഭങ്ങളാണ് നമസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷം. അതേപോലെ തന്നെ നമ്മൾ മയ്യത്ത് നമസ്കാരത്തിൽ അല്ലേ, നമ്മൾ രണ്ടാമത്തെ തക്ബീറിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ചൊല്ലണം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്ത്? ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും നമ്മൾ ഇറങ്ങുമ്പോഴും ഇത് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അലാ നബീന മുഹമ്മദ്, അതെ, അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതികയുടെ ബോർഡും അതും ശീലിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ പുറത്തിറങ്ങുമ്പോഴൊക്കെ വേറെയും പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്താനിർ റജീം. അതേപോലെ തന്നെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്, നിങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ മുഅദ്ദിൻ പറയുന്നത് പോലെ പറയാം. ശേഷങ്ങൾ എന്ത് ചെയ്യുക? അവിടെ അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ എന്നുള്ളത് മാത്രം ചൊല്ലി ആദ്യം നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത്. അവിടെ ഇബ്രാഹിമെ സ്വലാത്ത് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ചെല്ലുക. അതെ. പിന്നീട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആവശ്യങ്ങൾ പറയുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്ത് പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട്, അതാണ് അതിൻ്റെ അദബ്. ഒരു പ്രാർത്ഥന നമ്മൾ തുടങ്ങുന്നതിൻ്റെ അദബ് എന്ന് പറയുന്നത്, നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തി പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതാണ് അള്ളാഹുവിന്
ഏറ്റവും പ്രിയങ്കരം എന്നുള്ള അവിടെ പിന്നെ ചേർത്ത് വെക്കാനുള്ളത് പലപ്പോഴും അത് വലിയ ഹംദും സ്വലാത്തൊന്നും വേണ്ട. അതെ, അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അതെ, എന്ന് പറഞ്ഞാൽ അതല്ല പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. പിന്നെ ആകാശത്ത് മുട്ടി നിൽക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ഹംദും സ്വലാത്തും ചൊല്ലിയവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആ പ്രാർത്ഥനകൾ കയറി പോകുള്ളൂ എന്നാണ്. അതല്ലെങ്കിൽ അത് തടയപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആദ്യവും അവസാനമൊക്കെ എന്ത് വരണം? ഹംദ് വരണം എന്നാണ്. അതേപോലത്തെ സംസാരം, നമ്മളൊരു ചടങ്ങ് കൂടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പ്രഭാഷണം നടത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിയിരുന്നു, ഹംദ് ചൊല്ലിയിരുന്നു. അപ്പം ഇന്ന് നമുക്ക് കുറേ നന്മകൾ കിട്ടുന്ന ഒരു എന്തായിരുന്നു ചിന്തയായിരുന്നു. മാത്രമല്ല നമ്മളിന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞത്, ചൊല്ലാന്നല്ല പറഞ്ഞത്, അധികരിപ്പിക്കുക. അപ്പോൾ അതിനൊരു ശ്രദ്ധ നമുക്ക് വേണം. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ പിന്നെ അസർ കഴിഞ്ഞ് മഗ്രിബിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഇന്ന് സ്വലാത്ത് ചൊല്ലിയോ, ഇല്ലെങ്കിൽ തൻ്റെ വാഹനം പുറത്തിരുന്ന് പള്ളിയിലേക്ക് നടക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു സ്വലാത്ത് അത് അധികരിപ്പിച്ച വല്ലാത്ത ഗുണങ്ങളും ഖൈറുകളുണ്ടാകും. പിന്നെ പല നന്മകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൽ പെട്ടതാണെന്ത്? സ്വലാത്ത് ചൊല്ലൽ കുറഞ്ഞു എന്നുള്ളത് എന്ന് മുത്ത് ഹബീബിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, പ്രിയമുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ അല്ലാത്ത സന്ദർഭത്തിലും സ്വലാത്തുകൾ അധികരിപ്പിക്കും. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി നിസ്കാരത്തിൽ, അതല്ലെങ്കിൽ ചില പ്രാർത്ഥനകളിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ചില സന്ദർഭങ്ങൾ, അതിലപ്പുറത്തേക്ക് നമ്മൾ പോകണം. അതിലപ്പുറത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ, അതല്ലെങ്കിൽ റസൂലിൻ്റെ മേൽ സ്വലാത്തിനടുത്തൊക്കെ പോകണം. സന്ദർഭങ്ങൾ കാത്തിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. തീർച്ചയായും. അപ്പോൾ ശ്രോതാക്കളോട് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മൾ ബഖീലുമാരാകരുത്, പിശുക്കന്മാരാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതിനൊരു മഹത്വം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്.